കൊല്ലം തിരുമംഗലം ദേശീയപാതയിൽ പുനലൂർ കലയനാട് വളവിൽ KSRTC ബസും പിക്കപ്പ് വാനും തമ്മിൽ കൂട്ടിയിടിച്ച് അപകടത്തിൽ യാത്രക്കാർക്ക് പരിക്കില്ല. വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് 1:30 അപകടമുണ്ടായത്. അതായത് എന്റെ ലോറിയാണ്, ലോറി താഴോട്ട് ഞാൻ ഇറങ്ങി വരുവാ. അപ്പൊ നല്ല മഴയായിരുന്നു. മഴയത്ത് ഈ KSRTC എന്നെ ഓവർടേക്ക് ചെയ്ത് വന്നപ്പോഴാണ് ഈ പിക്കപ്പ് കയറി വരുന്നത്. ഈ വളവിന് പിക്കപ്പിനെ കണ്ടപ്പോഴത്തേക്ക് പിക്കപ്പ് ഇടിക്കാതിരിക്കാൻ എന്റെ വണ്ടിയുടെ ബോഡിക്കിട്ട് ഇടിച്ചു. അതിന് ഇടിച്ചിട്ട് ഈ പിക്കപ്പെ വന്ന് ഇടിച്ചങ്ങ് നിൽക്കുമായിരുന്നു വണ്ടി. എന്നിട്ട് അതിനുശേഷം പുള്ളി പെട്ടെന്ന് എടുത്ത് വണ്ടി എടുത്ത് ലെഫ്റ്റ് സൈഡിൽ എടുത്തിട്ടു. ഇത്ര നടന്നത്. ഈ പുള്ളിക്കാരൻ പിക്കപ്പ് എന്റെ പേര് സാറാണ്. വേണ്ടി താഴെ കിടപ്പുണ്ട്. मैं पुनलूर साइड से आ रहा था तेंगासी जाने के लिए, तो उधर से KSRTC आया. उसके आगे में एक लॉरी वाला सीमेंट लोड था. वो गाड़ी को ओवरटेक करने के चक्कर में वो गाड़ी में मार के उसके बाद हम लोग का गाड़ी में टच करके हम लोग को गाड़ी को पीछे ढकेल दिया. KSRTC रॉन्ग साइड में आके ओवरटेक करके रॉन्ग साइड में आया था KSRTC और हम लोग को मारा. हम लोग ब्रेक मार के उधर में रुक गया था और KSRTC आके मार के हम लोग को पीछे ढकेल के ले गया. वापस वो फोटो खींच रहा था उस टाइम. वापस वो गाड़ी रिवर्स करके और दूसरा साइड में लगा दिया KSRTC. ആര്യങ്കാവിൽ നിന്നും പുനലൂരിലേക്ക് വന്ന ബസും പുനലൂരിൽ നിന്നും തമിഴ്നാട്ടിലേക്ക് പോയ വാനും തമ്മിലാണ് കൂട്ടിയിടിച്ചത്. മുന്നിൽ പോയ ലോറിയെ മറികടക്കാൻ KSRTC ബസ് ശ്രമിക്കുമ്പോഴായിരുന്നു അപകടമുണ്ടായത്. വളവിൽ റോഡിന്റെ വലതുവശത്തേക്ക് നീങ്ങിയ ബസ് എതിരെ വന്ന വാനിൽ ഇടിക്കുകയായിരുന്നു. ഇരു വാഹനങ്ങളുടെയും മുൻഭാഗം തകർന്നു. അപകടത്തെ തുടർന്ന് ഇവിടെ ഗതാഗതം തടസ്സപ്പെടുകയും ചെയ്തു. ദേശീയപാതയിൽ നിരന്തരം അപകടം നടക്കുന്ന ഭാഗമാണ് കലയനാടിനും പ്ലാശ്ശേരിക്കും മധ്യയുള്ള ഈ കൊടും വളവുകൾ. പശ്ചിമഘട്ട മേഖല ആരംഭിക്കുന്ന ഇവിടെ അമിത വേഗവും ഡ്രൈവർമാരുടെ അശ്രദ്ധയുമാണ് പ്രധാനമായും അപകടങ്ങൾ ഉണ്ടാകാൻ കാരണം. ഫോക്സ് TV ന്യൂസ്, പുനലൂർ.